ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കാക്കകളുടെ കരച്ചിൽ വളരെ അധികമായിട്ട് കേൾക്കുന്നത്. സംഭവം എന്താണെന്ന് അറിയാൻ ഞാൻ ഒരുപാട് ചുറ്റുമെല്ലാം നോക്കി. പിന്നെയാണ് ഞാൻ കണ്ടത് ഇവിടെ റോഡ് സൈഡിൽ ഒരു കാക്ക ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാക്കയെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാക്ക ഇതുപോലെ കരഞ്ഞപ്പോൾ കാക്കകളെല്ലാം വന്ന് എന്നെ കൊത്തുന്നു. പക്ഷെ ഒരു കാക്ക പോലും എന്നെ കൊത്താനോ എൻ്റെ അടുത്തേക്ക് ഒന്നും വരാൻ തയ്യാറായില്ല കേട്ടോ. ഇവനെ അടക്കം ചെയ്യണമെന്ന് അവർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവനെ എൻ്റെ വീടിൻ്റെ മുറ്റത്തായിട്ട് കിടത്തിയിട്ടോ. കിടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാക്കകൾ ഇനി ഇവനെ കിടത്തുമ്പോൾ വന്ന് കാണുമോ അതുപോലെ കൊത്തുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ അവിടെ കിടത്തിയത്. പക്ഷെ ഒരു കാക്ക പോലും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ വീടിൻ്റെ സൈഡിലുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കുഴി കുത്താൻ തുടങ്ങി. അപ്പോൾ കുഴി കുത്തിയതിന് ശേഷം നമ്മുടെ കാക്കനെ എടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോഴും ഒരു കാക്ക പോലും എൻ്റെ പിറകെ വന്നില്ല. ഞാൻ പതുക്കെ അവനെ കുഴിയിലേക്ക് വെച്ചിട്ട് ചെറിയ രീതിയിൽ മണ്ണെല്ലാം ഇട്ടു കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, പിന്നെ കാക്കകളുടെ സൗണ്ട് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. കാക്കകളെല്ലാം എങ്ങോട്ടോ പറന്നുപോയി. അങ്ങനെ ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റു ജീവികളൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഓരോ ജീവികളും ജീർണിച്ച് പോവല്ലാണ്ട് ഒരാളും തിരിഞ്ഞു നോക്കില്ല.